സെപ്റ്റംബർ 7, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ചലഞ്ച് ടു EWS കോട്ടയാണ്. EWS എന്താണ്? എക്കണോമിക് വീക്കർ സെക്ഷനിലുള്ള കോട്ടയാണ്, റിസർവേഷൻ കോട്ടയാണ്. ഇതിൽ മറ്റ് കേസസുമായി ബന്ധപ്പെട്ട് റിസർവേഷൻ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണോ എന്നൊരു ന്യൂസാണ് ബേസിക് സ്ട്രക്ചർ ചലഞ്ച് ടു EWS കോട്ട എന്ന ന്യൂസിലുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏതാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 103, 103ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റാണ് എന്ത് EWS കോട്ട, എക്കണോമിക് വീക്കർ സെക്ഷൻ കോട്ട പറയുന്നത്. ഇന്ത്യ ഗെറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് ഇൻട്രാനേസൽ കോവിഡ് വാക്സിൻ. എന്താ ഇൻട്രാനേസൽ എന്ന് പറയുന്നത്? മൂക്കിലേക്കൂടെ ഇഞ്ചെക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ മൂക്കിലേക്കൂടെ ശരീരത്തിലെത്തിക്കാൻ പറ്റുന്ന കോവിഡ് വാക്സിൻ ആരാണ് കണ്ടുപിടിച്ചത്? ഭാരത് ബയോടെക്കാണ്. ഇന്ത്യസ് ഫസ്റ്റ് നേസൽ COVID-19 വാക്സിൻ ഡെവലപ്ഡ് ബൈ ഭാരത് ബയോടെക് ഹാസ് ബീൻ അപ്രൂവ്ഡ് ഫോർ പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ ഇൻ ദോസ് 18 ആൻഡ് എബോവ്. അതിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇൻ്റർനേസൽ വാക്സിൻ കൊടുക്കാവുന്നതാണ്. എല്ലാം ഓണത്തിൻ്റെ ന്യൂസും ഒക്കെയാണ്. റെയിൻ ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഓണക്കാലത്ത്. എല്ലാ സ്ഥലത്തും ഫ്ലാഷ് ഫ്ലഡും അതുപോലെ തന്നെ അതിഭീകരമായ മഴയുമാണ്. കെജ്രിവാൾ ടു സ്റ്റാർട്ട് നേഷൻ വൈഡ് യാത്ര ഫ്രം ഹരിയാന ടുഡേ. ഹരിയാനയിൽ നിന്നാണ് മേക്ക് ഇന്ത്യ നമ്പർ 1 എന്ന ക്യാമ്പയിൻ ആര് ലീഡ് ചെയ്യുന്നത്? കെജ്രിവാൾ. സോ AP ചീഫ് ആസ്ക് 130 crore ഇന്ത്യൻസ് ടു ജോയിൻ ഇൻ ഇറ്റ്സ് മേക്ക് ഇന്ത്യ നമ്പർ 1 ക്യാമ്പയിൻ. അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹരിയാനയിൽ നിന്നാണ്. ഹരിയാനയിൽ നിന്നാണ് മേക്ക് ഇന്ത്യ നമ്പർ 1 എന്ന ക്യാമ്പയിൻ കെജ്രിവാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നൊരു ന്യൂസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള വാർത്തകൾ കുറവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത ഇത് തന്നെയാണ്. പ്രൗഡ് മൊമെൻറ്റ് ഫോർ വാറങ്കൽ. വാറങ്കൽ എവിടെയാണ്? തെലങ്കാനയാണ്. ദ ഹിസ്റ്റോറിക് സിറ്റി ഓഫ് തെലങ്കാന ജോയിൻസ് യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാറങ്കലിലെ ഈ വാറങ്കൽ എന്ന് പറയുന്നത് തെലങ്കാനയുടെ സിറ്റിയാണ്. ദ ഹിസ്റ്റോറിക് സിറ്റി ഓഫ് വാറങ്കൽ വൺസ് ദ ക്യാപിറ്റൽ ഓഫ് കാക്കാത്തിയ കിങ്ഡം. ഏത് കിങ്ഡത്തിൻ്റെയാണ്? കാക്കാത്തിയ കിങ്ഡം. added another feather to its cap by joining the UNESCO Global Network of Learning Cities. Warangal is one among the 3 cities in India selected as a member of the prestigious UNESCO. അപ്പോൾ ഈ രാമപ്പ ടെമ്പിൾ ഒന്ന് നോക്കി വെക്കണേ. രാമപ്പ ടെമ്പിൾ ഈസ് ഇൻ വാറങ്കൽ വിച്ച് ഈസ് ആക്ച്വലി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് തെലങ്കാന. അപ്പോൾ വാറങ്കൽ തെലങ്കാന ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ 7+ ആനുവൽ ഗ്രോത്ത് ആൻഡ് ദ റിയാലിറ്റി. ശരിക്കും 7% ഗ്രോത്ത് എന്ന് പറയുന്നത് ഓക്കെ ആണെങ്കിലും അടുത്ത 25 വർഷത്തിൽ നമ്മൾ ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസ് വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും 8 to 9% ഗ്രോത്ത് വേണമെന്നാണ് നമ്മുടെ എക്സ്പേർട്സ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ക്വാഡ് ഡിസ്കസസ് ചൈന മൂവ്സ് കോവിഡ് വാക്സിൻ. അപ്പോൾ ക്വാഡ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ക്വാഡ് എന്ത് ഗ്രൂപ്പാണ്? US, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ എന്ന് പറഞ്ഞ പസഫിക്കിൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള 4 രാജ്യങ്ങളുടെ ഗ്രൂപ്പാണ് ഏത് ഈ ക്വാഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും പല കൺസേൺസും ഈ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ചൈനേൻ്റെ മൂവ്സാണ്. അതുപോലെ തന്നെ മറ്റ് കോവിഡ് വാക്സിൻ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചർച്ചയാവുന്നത്. ഇതൊരു കൗണ്ടർ ചൈന പോളിസിയാണ്. പൊതുവേ ചൈനേനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് പൊതുവേ കാണുന്നത്. Shared concerns over China's moves in both Indian Ocean region and Pacific Island countries, as well as the situation in Sri Lanka, came up during the senior officials meeting of Quad countries that ended on Tuesday in Delhi, diplomatic sources told The Hindu. അപ്പോൾ എന്താണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? അതായത് ചൈനയുടെ മൂവ്സ് അവിടെ, അതായത് മറ്റ് റീജിയൻസിലും ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലും അതുപോലെ തന്നെ മറ്റ് ഐലൻഡ് കൺട്രീസിലും ചൈന നടത്തുന്ന മൂവ്സും അതുപോലെ തന്നെ മറ്റ് കൺസേൺസും ശ്രീലങ്കയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സീനിയർ ഒഫീഷ്യൽസ് മീറ്റിൽ, എവിടെ? ഡൽഹിയിൽ നടന്ന സീനിയർ ഒഫീഷ്യൽസ് മീറ്റ് ഓഫ് ക്വാഡ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്, ഒരു അലയൻസ് ആണ് ക്വാഡ്. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ചൈനയ്ക്കെതിരെ പ്ലാൻ ചെയ്യുകയോ അതുപോലെ തന്നെ ആ ശക്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. US, ഓസ്ട്രേലിയ, ഇന്ത്യ ആൻഡ് ജപ്പാൻ ആർ ദി മെമ്പേഴ്സ് ഓഫ് ക്വാഡ്. ക്വാഡ് എന്ന് പറഞ്ഞാൽ 4 മെമ്പേഴ്സ് കേട്ടോ. അപ്പോൾ ഇനിയൊരു സെഷനുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി. ബൈ ബൈ. ടേക്ക് കെയർ.